കോസ്റ്റ് ഷീറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 2A ഒരു മാസത്തെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ലേബർ 1,20,000 തന്നിട്ടുണ്ട്. എന്നിട്ടൊരു കാര്യം പറഞ്ഞിട്ട് എന്താ 120% ഓഫ് ഫാക്ടറി ഓവർ ഹെഡ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? ഫാക്ടറി ഓവർ ഹെഡ് കണ്ടെത്താൻ പറ്റും. ഓക്കെ അല്ലേ? ഫാക്ടറി ഓവർ ഹെഡ് 100 ആണെങ്കിൽ അതിൻ്റെ എത്ര ശതമാനമാണ്? 120%. ഫാക്ടറി ഓവർ ഹെഡ് എങ്ങനെ കണ്ടെത്താം? 1,20,000 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 100. എത്ര വരും? 1,00,000 കണ്ട ഫാക്ടറി ഓവർ ഹെഡ്. ഓക്കെ അല്ലേ? ക്ലിയർ? ഈ 1,00,000-ൻ്റെ എത്ര ശതമാനമാണ്? 120% ഏത്? ഡയറക്റ്റ് ലേബർ. ഇത്രേ ഉള്ളൂ. ബാക്ക്വേർഡ് പരിപാടി. ഇതിന് അടുത്ത ഏതാണ്? റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തത് 1,60,60,000, സെയില് 5,00,000, കോസ്റ്റ് ഓഫ് സെയിൽസ് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇത് ഒരു ടിസ്റ്റ് സാധനമാണ്. ഇത് 2 തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആൻസർ കീയിൽ എടുത്തിട്ടുണ്ട്. രണ്ടും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, ഇവിടെ എന്തുകൊണ്ട്? ഓക്കെ, ഞാൻ പറയാം. അത് ഓൾറെഡി കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരെണ്ണത്തിൽ കാണാറില്ല. അപ്പോൾ ആദ്യം അത് ഇഗ്നോർ ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ചെയ്യാം. അല്ലെങ്കിൽ അത് കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്യാം? ചെയ്യാം. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതോടെ ഇഷ്ടമാണ് കിടക്കട്ടെ. ഇനി ഇവിടെ കാണുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഏത്? റോ മെറ്റീരിയലിൻ്റെ വർക്കിംഗ് പ്രോഗ്രസിൻ്റെ ഫിനിഷ്യൽ ഗുഡ്സിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസ് സ്റ്റോക്ക്. നത്തിങ് ഗ്രേറ്റ് സിമ്പിൾ ക്വസ്റ്റ്യനാണ്. സെല്ലിംഗ് എക്സ്പെൻസ് 22,000 ഉണ്ട്. ജനറൽ അഡ്മിനിസ്ട്രേഷൻ എത്ര വന്നിട്ട്? 18,000 ഉണ്ട്. എന്താ കാണാൻ പറ്റും? ജനറൽ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ആർ നോട്ട് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ആക്ടിവിറ്റി. ഇന്നലെ നമ്മൾ കണ്ടതാണ് ഈ ഒരു പാറ്റേൺ. അപ്പോൾ ഇത് എന്തിലേക്ക് എടുക്കരുത്? ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്തിട്ട് വർക്ക് കോസ്റ്റ് കിട്ടി അപ്പം തന്നെ എന്ത് ചെയ്യരുത്? ഇത് ആഡ് ചെയ്യരുത്. എവിടെ ആഡ് ചെയ്താൽ മതി? സെല്ലിങ്ങിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ അത് നോട്ട് ചെയ്യണം. ജനറൽ എക്സ്പെൻസ്. പിന്നെ പ്രൈം കോസ്റ്റ്, വർക്ക് കോസ്റ്റ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, കോസ്റ്റ് ഓഫ് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്. പ്രത്യേകിച്ച് അവർ തന്നെ പറയേണ്ട ആവശ്യമില്ല. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പോലെ ഓക്കെ ഇതൊക്കെ ഉണ്ടാവില്ല. പ്രൈം കോസ്റ്റ് ആണ് പ്രൈം കോസ്റ്റ്. മെറ്റീരിയൽ കൺസ്യൂംഡ് എങ്ങനെ കാണാൻ പറയും? കാൽക്കുലേറ്റർ പെട്ടെന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ 20,000 പ്ലസ് എത്രയാണ്? പർച്ചേസ് എത്ര? 1,65,000 മൈനസ് 30,000 എത്ര വരും? 1,50,000. കറക്റ്റ്. അടുത്ത് ഡയറക്റ്റ് ലേബർ എത്ര ഉണ്ട്? വേഗം നോക്കി പറയും. 1,20,000. അപ്പോൾ ആഡ് ചെയ്ത പ്രൈം കോസ്റ്റ് എത്ര കിട്ടും? 2,70,000. ഓക്കെ അല്ലേ? ഫാക്ടറി ഓവർ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. 1,00,000 ആഡ് ചെയ്താൽ എത്ര വരും? 3,70,000. ഇനി ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് 20,000 ആഡ് ചെയ്യണം. മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് 30,000 ലെസ് ചെയ്യണം. ചെയ്തോ എത്ര വരും? വർക്ക് കോസ്റ്റ് 3,00,000. ഓക്കെ, ഈ വർക്ക് കോസ്റ്റ് തന്നെയാണ് ഇവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട് കാണുന്നത്. കാരണം എന്തില്ല? അഡ്മിനിസ്ട്രേഷൻ ഒന്നും ഇല്ല. അഡ്മിനിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നോർമൽ അഡ്മിനിസ്ട്രേഷൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ അസംഷൻ എന്താ? ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് എന്താണ്? പ്രൊഡക്ഷൻ. ഓക്കെ അല്ലേ? അത് അങ്ങനെയാണോ ചോദിച്ചാൽ അത് ഒരു ട്രെൻഡ് അങ്ങനെയാണ്. ഒന്നും പറഞ്ഞില്ലെങ്കിൽ സ്പെസിഫിക്കലി പറയുമ്പോൾ മാത്രം അത് ഒഴിവാക്കിയാൽ മതി. പിന്നെ ഞാൻ എന്ത് ലെസ് ചെയ്യാം? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് 50,000 ലെസ് ചെയ്യുക. 60,000 ലെസ് തെറ്റിപ്പോയി. 50,000 ആഡ് ചെയ്യുക. 60,000 ലെസ് ചെയ്യാം. അപ്പോൾ എത്ര വരും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് 3,00,000. എന്നിട്ടാണ് ഏത് ആഡ് ചെയ്യേണ്ടതുള്ളൂ? ജനറൽ അഡ്മിനിസ്ട്രേഷൻ ആഡ് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ അല്ലേ? പിന്നെയാണ് സെല്ലിങ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ ഏത് കിട്ടും? കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. സെയിൽസ് എത്ര ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്? 5,00,000. ബാലൻസ് ചെയ്താൽ എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ? ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് ഉള്ളത്. എന്താണ് ട്വിസ്റ്റ്? കോസ്റ്റ് ഓഫ് സെയിൽസ് ക്വസ്റ്റ്യനിൽ 4,00,000 തന്നത് ആണ്. ഓക്കെ അല്ലേ? എന്ത് ചെയ്യണം? അപ്പോൾ ഒരു 10,000 രൂപ കൂടെ കുറവുണ്ട്. ഒരു ഹിഡൻ എക്സ്പെൻസ് ആയിട്ട് എന്ത് ചെയ്യാം? ട്രീറ്റ് ചെയ്യാം. എന്നിട്ട് ഇതാ ഇൻസ്റ്റിറ്റ്യൂട്ട് അവർ തന്നിട്ടുണ്ട്. അതൊരു ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ആയിട്ട് എടുത്ത് കണ്ട. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വരെ നമ്മൾ ചെയ്ത പോലെ 3,50,000 കണ്ടില്ലേ? പിന്നെ അഡ്മിനിസ്ട്രേഷൻ എത്ര എഴുതി? 18,000. സെല്ലിങ് 22,000 എഴുതി. പിന്നെ ബാലൻസ് ഫിഗർ ആയിട്ട് ഈ എമൗണ്ട് എത്ര എടുത്തു? 10,000 എന്തായിട്ട് എടുത്തു? ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് എടുത്തു. കുഴപ്പമില്ല? ഓക്കെ ആണോ? യെസ്. കോസ്റ്റ് ഓഫ് സെയിൽസ് അപ്പം എത്ര കിട്ടും? 4,00,000. പ്രോഫിറ്റ് 1,50,000 കിട്ടും. ഓക്കെ. In suggested answer they gave another way because of cost of sales of 4 lakh. രണ്ടുണ്ട്. ഇതും സജസ്റ്റഡ് ആൻസർ തന്നെ. ഓക്കെ അല്ലേ? ഓർ എന്ന് പറഞ്ഞിട്ട് നമ്മളാണ് ആൾട്ടർനേറ്റീവ് കേട്ടോ. അപ്പോൾ നമുക്ക് അത് ഇഗ്നോർ ചെയ്തിട്ടും ചെയ്യാം, എടുത്തിട്ടും ചെയ്യാം എന്നൊക്കെയാണ്. The balance figure is assumed as distribution overhead or it can ignore the 4 lakh given in the question. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? മൊത്തം 4 lakh ഇഗ്നോർ ചെയ്തിട്ട് എന്ത് ചെയ്യാം? ചെയ്യും.
ഓക്കെ അല്ല, അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒരു സന്തോഷമാണ്. കാരണം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ പരിഗണിക്കണമെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യണം, ഈ ആൻസർ കീഴത് ഇതുപോലെ കൊടുക്കണം. അപ്പോഴേ അവരെന്ത് ചെയ്യുള്ളൂ, പരിഗണിക്കുള്ളൂ. ഓക്കെ, അവർക്ക് ഇത് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പണിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഒന്ന് മനസ്സിലായ അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ വെറുതെ പാനിക് ആവണ്ടാന്ന് ഒന്ന് എഴുതി വെച്ചാൽ മതി, കുറച്ച് ഹൈലൈറ്റ് ചെയ്തിട്ട്. അപ്പോൾ സേഫ് ആയിക്കോളും. ദെൻ അടുത്ത നമ്മുടെ റീഓർഡർ ലെവല്, മാക്സിമം ലെവല്, മിനിമം ലെവല്, ആവറേജ് ലെവല്, പിന്നെ അതാണ് ഡേഞ്ചർ ലെവലാണ്. അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ എഴുതിയെന്നുള്ളൂ, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ നേരെ ക്വസ്റ്റിലേക്ക് കിടക്കാം. ഓക്കെ അല്ലേ? യെസ്, ഓർക്കണ്ടോ? സ്റ്റോക്ക് ലെവൽ, മെറ്റീരിയൽ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പക്ഷേ ഒരു ചെറിയൊരു പോയിന്റ് ഇവിടെ എടുക്കുന്നത് ശ്രദ്ധിക്കാതെ പോയത്. ഏതൊക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ? റോ മെറ്റീരിയൽ PQR ആണ്. ശ്രദ്ധിക്കണം, ഇതിൻ്റെ യൂസേജ് പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഒരെണ്ണത്തിനുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നമ്മളൊരു ഷർട്ട് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽ എത്രയാണ്? 10 കിലോഗ്രാം. ഓക്കെ അല്ലേ? വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മെഷീനറി ഉണ്ടാക്കാനുള്ളത് എത്ര കിലോഗ്രാം ഉണ്ട്? 10. എത്ര യൂണിറ്റ് അവർ ഉണ്ടാക്കുന്നത്? വീക്കിലി പ്രൊഡക്ഷൻ വാല്യൂ ചെയ്യുന്നത് എത്രയാണ്? പറയും 175 ടു എത്രയാണ്? 225. ആവറേജിങ് എത്രയാണ്? 200. ഓക്കെ അല്ലേ? 175 പ്ലസ് 225 ഡിവൈഡ് ബൈ 2 അടിച്ചു. 175 പ്ലസ് 225 ഡിവൈഡ് ബൈ 2 200. ഓക്കെ അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കണം, പെട്ടെന്ന് കുട്ടികൾ എന്ത് ചെയ്യും വെച്ചിട്ടാണ്, മിനിമം യൂസേജ് എന്ന് പറഞ്ഞിട്ട് ഏതെടുക്കും? 175. മാക്സിമം യൂസേജ് എന്ന് പറഞ്ഞിട്ട് എത്ര എടുക്കും? 225. ആവറേജ് എന്ന് പറഞ്ഞിട്ട് എത്ര എടുക്കും? 200 എടുക്കും. ഇതെന്താ? ഇത് ഫൈനൽ പ്രൊഡക്റ്റാണ്. നമുക്ക് യൂസേജ് എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചാണ്? റോ മെറ്റീരിയലിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 10 കൊണ്ടും 6 കൊണ്ടും 4 കൊണ്ടും ഒക്കെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലായ? അതാണ് ഇവിടുത്തെ സംഭവം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ കൺസംഷൻ എടുക്കുമ്പോൾ റോ മെറ്റീരിയലാണ് എടുക്കേണ്ടത്, അത് മൾട്ടിപ്ലൈ ചെയ്യാൻ മറക്കരുത്. അതാണ് ഇവിടുത്തെ ഒരു ഡിസ്പ്ലേ നമ്പർ 1. പിന്നെ പ്രൈസ് തന്നിട്ടുണ്ട്, റീഓർഡർ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, EOQ അല്ലെങ്കിൽ റീഓർഡർ ക്വാണ്ടിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. അപ്പോൾ കാണേണ്ട ആവശ്യമില്ല. പ്രൈസ് പെർ കിലോഗ്രാം തന്നിട്ടുണ്ട്. പിന്നെ ഡെലിവറി വീക്കാണ്, അത് റീഓർഡർ പീരീഡാണ്. ഓക്കെ അല്ലേ? ഡെലിവറി പീരീഡ്, റീഓർഡർ പീരീഡ് സെയിം 1, 2, 3. പ്രശ്നമല്ലോ. മിനിമം 1, ആവറേജ് എത്ര? 2, മാക്സിമം എത്ര? 3. ആവറേജ് കാണണമെന്നുണ്ടെങ്കിൽ മിനിമം പ്ലസ് ഏതാണ്? മാക്സിമം. അപ്പോൾ എത്ര? 1 + 3 4 ഡിവൈഡ് ബൈ 2 = 10 ഡിവൈഡ് ബൈ 2 = എത്രയാണ്? 2. അങ്ങനെ ചെയ്യാം. ഇപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത് തന്ന സ്ഥിതിക്ക് റീഓർഡർ ലെവൽ തന്നിട്ടുണ്ട്. ഇനി ഇതിൽ മിസ്സിങ് ആയിട്ടുള്ള 3 എണ്ണേ നമുക്ക് കാണാനുള്ളൂ. ഓക്കെ അല്ലേ? ഏതൊക്കെ മിസ്സിങ്? റീഓർഡർ ലെവൽ, മിനിമം ലെവൽ ആരുടെ? Pയുടെ. പിന്നെ മിനിമം ലെവൽ ആരുടെ? Qൻ്റെ. പിന്നെ Rൻ്റെ ഏതാണ്? റീഓർഡർ ലെവൽ. ഇത്രയാണ് നമുക്ക് പറയും. എന്നിട്ട് അടിയിൽ പറയുന്നുണ്ട് ഫോളോയിങ് ക്വാണ്ടിറ്റി: മിനിമം സ്റ്റോക്ക് ലെവൽ ഓഫ് P കണ്ട, പിന്നെ മിനിമം സ്റ്റോക്ക് ലെവൽ ഓഫ് Q, റീഓർഡർ ലെവൽ ഓഫ് R, പിന്നെ ആവറേജ് ലെവൽ ഓഫ് Pയും കൂടെ കാണാൻ പറഞ്ഞു. ആവറേജ് ലെവൽ ഇതിലില്ല, അത് വേറെ തന്നെ കാണും, കുഴപ്പമില്ല. അങ്ങനെ 4 എണ്ണം. അപ്പോൾ ആദ്യം മിനിമം ലെവൽ ഓഫ് P ആണ്. മിനിമം ലെവൽ കാണാനുള്ള ഇക്വേഷൻ എന്താ? റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. മിനിമം ലെവൽ Pയുടെ മിനിമം ലെവല്, റീഓർഡർ ലെവൽ എത്ര? Pയുടെ റീഓർഡർ ലെവൽ കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ കാണണ്ടേ അല്ലേ? ഓക്കെ, എത്ര കാണോ റീഓർഡർ ലെവല്? വർക്കിനോട്ടേക്ക് കൊടുക്കണം. തന്നിട്ടുണ്ടല്ലോ റീഓർഡർ ലെവൽ. കമ്പനികളെ റീഓർഡർ ലെവൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 8000 മൈനസ് നോർമൽ കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് ആണ്. 200 എടുക്കരുത്. ഓക്കെ അല്ലേ? 200 ഇൻറ്റു എത്ര എടുക്കണം? 10. ക്ലിയർ അല്ലേ? മനസ്സിലായോ സാറേ? 200 ഇൻറ്റു 10 എത്രയാണ്? 2000 ഇൻറ്റു ഏതാണ്? നോർമൽ റീഓർഡർ പീരീഡ്. നോർമൽ റീഓർഡർ പീരീഡ് പറഞ്ഞാൽ ആവറേജ് റീഓർഡർ പീരീഡ് എത്രയാണ്? പ്രശ്നം എന്താ? സിമ്പിൾ അല്ലേ? ഇക്വേഷൻ എന്തായിരുന്നു നമ്മൾ പറഞ്ഞ്? റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. റീഓർഡർ ലെവൽ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. നോർമൽ കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 200 ആണ് നിങ്ങൾ ഉണ്ടാക്കാൻ നോർമലി പോകുന്നത്. അതിന് ഒരെണ്ണത്തിന് എത്ര കിലോഗ്രാം ഓഫ് റോ മെറ്റീരിയൽ ഉപയോഗിക്കണം? 10. അപ്പോൾ എത്ര വരും? 2000.
ഇൻറ്റു നോർമൽ റീ ഓർഡർ പീരീഡ് പറയുമ്പോൾ നിങ്ങൾ ഇന്ന് ഓർഡർ ചെയ്താൽ നോർമലി എത്ര ദിവസം കൊണ്ട് എത്തും? ആവറേജ് 2 ദിവസം. ഓക്കെ, അങ്ങനെ 4000 ചെയ്ത് എത്ര കിട്ടും? 4000 കിട്ടും. ദെൻ അടുത്ത ഏതാ പറയുന്നത്? മിനിമം ലെവൽ ഓഫ് ക്യൂ ആണ്. ഇക്വേഷൻ എഴുതിയിട്ടില്ല. ഏതാണ് ഇക്വേഷൻ? റീ ഓർഡർ ലെവല്. പിന്നെ ക്യൂവിൻ്റെ എത്രയാണ് യൂസേജ്? എല്ലാത്തിനും എത്രയാണ്? 200 പക്ഷേ ക്യൂവിന് എത്രയാണ് വേണ്ടത്? 4 ആണ്. അപ്പോൾ 200 × 4 ഇൻറ്റു ക്യൂവിൻ്റെ ആവറേജ് പീരീഡ് എത്രയാണ്? 4. ക്യൂ എന്നുള്ള പ്രോബിലിറ്റിയിൽ കുറച്ചുകൂടി കൂടുതൽ സമയം എടുക്കും. അപ്പോൾ 1550 വരും. ദെൻ മൂന്നാമത് പറയുന്നത് ഏതാണ്? റീ ഓർഡർ ലെവൽ ഓഫ് ഏതാണ്? 6 ആണ്. റീ ഓർഡർ ലെവൽ കാണാനുള്ള ഇക്വേഷൻ എന്താ? മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീ ഓർഡർ പീരീഡ്. മാക്സിമം കൺസംഷൻ എന്ന് പറഞ്ഞാൽ എത്ര വരിക? 6ൻ്റെ 225 ഇൻറ്റു എത്ര വരും? 6 വരും. ഇൻറ്റു മാക്സിമം റീ ഓർഡർ പീരീഡ് എത്ര വരിക? 4. ഓക്കെ അല്ലേ? അപ്പോൾ 225 ഇൻറ്റു 6 ഇൻറ്റു 4 5 4 വരും. നമുക്ക് മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. ഏതാണ്? റീ ഓർഡർ ലെവൽ കാണാൻ മിനിമം ലെവൽ പ്ലസ് ഏതാണ്? നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീ ഓർഡർ പീരീഡ്. അതൊരു എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്താൽ മതി. അടുത്തേതാ? ആവറേജ് സ്റ്റോക്ക് ലെവൽ ഓഫ് പി ആണ്. പി അതിൻ്റെ ഏത് ലെവൽ എടുത്താൽ മതി? ആവറേജ് സ്റ്റോക്ക് ലെവൽ മാക്സിമം ലെവൽ പ്ലസ് ഏതാണ്? മിനിമം ലെവൽ ഡിവൈഡ് ബൈ 2. അല്ലെങ്കിൽ ഏതാണ്? മിനിമം ലെവൽ പ്ലസ് ഏതാണ്? ഹാഫ് ഓഫ് റീ ഓർഡർ ക്വാണ്ടിറ്റി. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൽ എന്ത് കാണണം? മാക്സിമം ലെവല് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ഏതാണ്? മാക്സിമം ലെവൽ. മാക്സിമം ലെവൽ ഓഫ് ആര് കാണും? പി കാണണം. മാക്സിമം ലെവൽ കാണാനുള്ള ഇക്വേഷൻ എന്താ? റീ ഓർഡർ ലെവൽ പ്ലസ് റീ ഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീ ഓർഡർ പീരീഡ്. അതിന് അപ്ലൈ ചെയ്ത് നോക്കി കിട്ടും നിങ്ങൾക്ക് 1620 16250 പ്ലസ് ഏതാണ്? മിനിമം ലെവൽ ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട് ഇല്ലേ? 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 ഇതാ ഇല്ല, നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് മുകളിൽ. ഇതാ 4000. ഓക്കെ അല്ലേ? കണ്ടെത്തി. അപ്പോൾ ഡിവൈഡ് ബൈ എന്ത് ചെയ്യും? 2 അടിച്ചതാക്കാം. അല്ലെങ്കിൽ മറ്റൊരു സാധനം ഏതാണ്? മിനിമം ലെവലിൻ്റെ കൂടെ ഹാഫ് ഓഫ് റീ ഓർഡർ ക്വാണ്ടിറ്റി. 4000 മിനിമം ലെവലിൻ്റെ പ്ലസ് റീ ഓർഡർ ക്വാണ്ടിറ്റി 10000. അതിൻ്റെ എത്ര എടുത്താൽ മതി? ഹാഫ് എടുത്താൽ മതി. 50% എടുത്താൽ എത്ര വരും? 9000 വരും. സിമ്പിൾ. ഓക്കെ അല്ലേ?